അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ എല്ലാ മന്ത്രിമാരും അവരവരുടെ കഴിവുകൾ പരിശ്രമിച്ച് നടത്തിയിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ക്യാബിനറ്റിൽ ഞങ്ങളതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. നീതി ആയോഗ് കണക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മൾ കണ്ടു, UP 28% അതിദാരിദ്ര്യം, ബീഹാറിൽ 26%, 22% രാജസ്ഥാൻ. ഇങ്ങനെ കണക്ക് പറഞ്ഞപ്പോൾ നീതി ആയോഗിന്റെ അന്നത്തെ കണക്കനുസരിച്ച് കേരളം 0.2 ആയിരുന്നു. ആ 0.2 എന്ന് പറയുന്നത് നമ്മൾ കണക്കെടുത്തപ്പോൾ 66,006 കുടുംബങ്ങളായിരുന്നു. പിന്നീടത് മരിച്ചവരും അതുപോലെ തന്നെ സ്ഥലം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ പോയവരെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ 32,000 കുറഞ്ഞു വന്നിരുന്നു. നമ്മുടെ ഈ ജില്ലയിൽ ആദ്യം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതുകൊണ്ട് 2021 ഒക്ടോബറിൽ ഈ ജില്ലയിൽ നമ്മളതിന്റെ സർവേ ആരംഭിച്ചു. ആ സർവേ ആരംഭിക്കുന്ന ഒരു 2 ഘട്ടത്തെ നമ്മൾ വളരെ വളരെ വിഷമത്തോടു കൂടിയാണ് തരണം ചെയ്തത്. നിങ്ങൾക്കെല്ലാം അറിയാം, 2021 ഒക്ടോബർ 16 ഈ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിദാരുണമായൊരു സംഭവം ഉണ്ടായിരുന്നു, കൂട്ടിക്കൽ ദുരന്തം. ആ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടാകുമ്പോൾ 24 ആളുകളായിരുന്നു കോട്ടയം അതുപോലെ ഇടുക്കി ജില്ലകളിലെ 2 പഞ്ചായത്തുകളിൽ നിന്നായി മണ്ണിനടിയിൽ പോയ കുടുംബങ്ങൾ. 24 ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ട കൂട്ടിക്കൽ ദുരന്തത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അതുപോലെ രണ്ടാമതായി നമ്മളെ വേട്ടയാടിയിരുന്ന ഏറ്റവും ഗൗരവമേറിയ പ്രശ്നം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കോവിഡ് രൗദ്രഭാവം കൊണ്ട് നമ്മെ വേട്ടയാടിയ ഘട്ടമായിരുന്നു. ഈ 2 ഘട്ടങ്ങളെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സർവേയിലേക്ക് നമ്മൾ കടന്നു വന്നത്. 3 ലക്ഷത്തോളം ആളുകളുമായി സർവേയുടെ കാലഘട്ടത്തിൽ ഇടപെടാൻ സർവേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ടീമിനും ഏതാണ്ട് 50,000-ഓളം ഫോക്കസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഫോക്കസ് ഗ്രൂപ്പുകളിൽ ചേർന്ന് നടത്തിയ നല്ല രൂപത്തിലുള്ള പഠനത്തിന്റെയും സർവേയുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ കുടുംബങ്ങളെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞത്. അങ്ങനെ 2022 ജനുവരി 10 നമ്മുടെ സർവേ പൂർത്തീകരിച്ചു. ഈ സർവേ ആദ്യം പൂർത്തീകരിച്ച ജില്ല എന്ന നിലയ്ക്ക് നമുക്ക് ദേശീയ തലത്തിൽ അതിന് അംഗീകാരം നേടി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ശ്രീമതി നിർമ്മല ജിമ്മി ആയിരുന്നു. അന്ന് ജില്ലയിലെ ഇതിനാകെ നേതൃത്വം കൊടുക്കുന്ന രംഗത്ത് കളക്ടറോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് കൂടി ഡൽഹിയിൽ പോയി നമ്മൾ ആദ്യത്തെ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയതിനും സർവേ പൂർത്തീകരിച്ചതിനും ദേശീയ തലത്തിലുള്ള ബഹുമതി നേടിയെടുത്തു എന്ന അഭിമാനകരമായ സന്ദർഭം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. അന്ന് ആ കാര്യത്തിലെല്ലാം നമ്മൾ നീങ്ങിയിരുന്നുവെങ്കിൽ നമുക്ക് ആദ്യം സർവേ പൂർത്തീകരിച്ച പോലെ തന്നെ ആദ്യം തന്നെ മൈക്രോ പ്ലാനും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതും ആ നേട്ടവും നമുക്ക് സ്വന്തമാണ്. അപ്പോൾ ആ കാര്യവും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ കാര്യത്തിൽ നമ്മൾ പൊതുവിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 1071 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നമുക്ക് സർവേയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ അതിൽ ചില ആൾക്ക് ഭൂമി കണ്ടെത്തേണ്ടി വന്നു, ചില ആൾക്ക് ഭൂമിയും വീടും കണ്ടെത്തേണ്ടി വന്നു, മറ്റു ചില ആൾക്ക് ഭക്ഷണം എത്തിക്കേണ്ടി വന്നു, മരുന്നെത്തിക്കേണ്ടി വന്നു, വസ്ത്രം എത്തിക്കേണ്ടി വന്നു. ഇതെല്ലാം സംബന്ധിച്ച് അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് ഇതെല്ലാം ഉള്ളടക്കം ചെയ്യുന്ന ഒരു സോവനീർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാവരും നിങ്ങളിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ചെയ്ത കാര്യമല്ല. ഈ സദസ്സിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ അതുപോലെ മറ്റെല്ലാ ജനപ്രതിനിധികളും ഒപ്പം ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാം ചേർന്ന ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്ക് നമുക്കെല്ലാം ഓരോ തരത്തിലുള്ള റോളുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സോവനീർ തയ്യാറാക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാം ചേർത്ത് ഈ പരിപാടിക്ക് ശേഷം പിന്നീട് ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച് ഒരു ആദരവ് പരിപാടി കൂടെ സംഘടിപ്പിക്കണം എന്ന ആശയം ഇന്നലെ തന്നെ ഞാൻ കളക്ടറോട് പറഞ്ഞു. ഏറ്റവും ഭംഗിയായ ആ കാര്യങ്ങൾ ഇന്ന് വളരെ പെട്ടെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഡേറ്റ് നിന്ന് കിട്ടിയതുകൊണ്ടാണ് പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നത്. അതിന്റെ കുറവുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ ആദ്യമായി ഒരു വലിയ നേട്ടത്തിലേക്ക് വരുമ്പോൾ അത് ആഘോഷിക്കാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഇതിനുവേണ്ടി നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്ന ആളുകൾ, നമ്മുടെ മുമ്പുണ്ടായിരുന്ന കളക്ടർ ശ്രീമതി ജയശ്രീ പെൻഷനായി പോയെങ്കിലും വരെ വിസ്മരിക്കാൻ കഴിയില്ല, നല്ല രൂപത്തിൽ പരിശ്രമിച്ച ഒരു കളക്ടറായിരുന്നു. അതുപോലെ തന്നെ നിർമ്മല ജിമ്മി അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ജില്ലയിലാകെ നിറഞ്ഞു നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അന്ന് നോഡൽ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നത് ഷിനോ ആയിരുന്നു. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ പ്രോജക്ട് ഓഫീസറായി പ്രവർത്തിച്ച ഷിനോ ഇന്നിപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ്.
അദ്ദേഹം ഈ കാര്യത്തിൽ എടുത്തതുണ്ട്. അതോടൊപ്പം അവരുടെ സഹപ്രവർത്തകർ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, ടീമാണ്. ആ ടീമുകൾ ഇങ്ങനെ നീങ്ങുമ്പോൾ പിന്നെ ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുറന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ പുതിയ പ്രസിഡന്റ് ഹേമലത. ഇതിൽ കളക്ടർമാരായിട്ട് ആദ്യം ജയശ്രീയും പിന്നീട് നമുക്കറിയാം കുറേ സന്ദർഭത്തിലേക്ക് ഇടയ്ക്കൊരു കളക്ടർ വന്ന് പോയിരുന്നു. അവർ ഈ കാര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് സ്ഥലം മാറ്റം വന്നു. പിന്നീട് നമ്മുടെ ജോൺസ് ബി സാമുവലാണ് ഇപ്പോൾ അവസാനമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ നല്ല രൂപത്തിൽ ഇടപെട്ടിരുന്നു. ഞങ്ങൾ ഈ കാര്യത്തിൽ ഏറ്റവും അവസാനം കൂടി പരിശോധിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഒരു വ്യക്തിക്ക് നമ്മൾ വീട് നിർദ്ദേശിച്ചപ്പോൾ പല വീടും കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒഴിഞ്ഞു പോകാത്തൊരു സ്ഥിതി നിന്ന് അവസാനം അപ്പോൾ അവർക്ക് സ്ഥിരമായി ഒരു വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നല്ല ശ്രമം നടത്തി ലാസ്റ്റിൽ ഞങ്ങൾ വൈക്കത്ത് ഉദയരാവിലം പഞ്ചായത്തിൽ 4 സെന്റ് ഭൂമി ഞാൻ തന്നെ മുൻകൈ എടുത്ത് കണ്ടുപിടിച്ച് കൊടുത്ത് അത് എഗ്രി ചെയ്താണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ അത് പൂർത്തീകരിച്ചു. അതിൻ്റെ ആധാരവും കൈമാറി കഴിഞ്ഞ മാസം ഞങ്ങൾ ഏതാണ്ട് ഏപ്രിൽ 30 എത്തുമ്പോഴേക്ക് ആ ഭൂമി കൈമാറി കൊടുത്ത് പൂർണ്ണതയിലെത്തിച്ചു. വേണമെങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒരു സമയം തന്ന് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൂടി വരുമ്പോൾ അതിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഗോവിന്ദൻ മാഷും പിന്നീട് ബഹുമാനായ ശ്രീ രാജേഷ് മിനിസ്റ്ററും ഈ വിഷയത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രമല്ല നിരവധി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിലായിരുന്നാലും നമ്മുടെ എറണാകുളത്തുണ്ടായ ഏറ്റവും വലിയ സംഭവം നിങ്ങൾക്കറിയാം, തീപിടുത്തവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം നല്ല ഇടപെടൽ നടത്തി മാലിന്യ വിമുക്ത കേരളം ആക്കി മാറ്റുന്നതിന് വേണ്ടി നല്ല പ്രയത്നം നടത്തിക്കൊണ്ടാണ് നമ്മുടെ മന്ത്രി ഈ പ്രവർത്തനങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം സ്മാർട്ടാക്കി മാറ്റുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ നല്ല ഇടപെടൽ ആ രൂപത്തിൽ നമ്മുടെ ആ വകുപ്പ് വലിയ രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ പുരോഗതി നേടി ഒട്ടനവധി നൂതനമായ ആശയങ്ങളും അതോടൊപ്പം തന്നെ പ്രാവർത്തികമാക്കാനും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വിഷയത്തിലും അദ്ദേഹം നല്ല രൂപത്തിലുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ഭക്ഷ്യക്കിറ്റ് നൽകി 185 കുടുംബങ്ങൾക്ക് നമ്മൾ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 206 കുടുംബങ്ങൾക്ക് നമ്മൾ പാലിയേറ്റീവ് കെയർ കൊടുത്തിട്ടുണ്ട്. 693 കുടുംബങ്ങൾക്ക് നമ്മൾ മരുന്നും മറ്റ് സേവനങ്ങളും കൊടുത്തിട്ടുണ്ട്. 67 കുടുംബങ്ങൾക്ക് പ്രത്യേക വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 50 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 22 കുടുംബങ്ങൾക്ക് വാടക വീട്, 490 കുടുംബങ്ങൾക്ക് മറ്റ് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബൂത്ത്, ബാങ്ക് അക്കൗണ്ട്, തിരിച്ചറിയൽ രേഖ എല്ലാം കൊടുത്തിട്ടുണ്ട്. 55 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ സ്കോളർഷിപ്പും. ഇങ്ങനെ ഓരോ കുടുംബത്തെ അധികാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിന് നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അവർക്ക് വീടും സ്ഥലവും കണ്ടെത്തി കൊടുത്തത് മാത്രമല്ല, വരുമാനം, ഭക്ഷണം, മരുന്ന്, വസ്ത്രം, വിദ്യാഭ്യാസം ഈ നിലയിലെല്ലാം കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ്. ഇത് നാം തിരിച്ചറിയേണ്ടത്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് റോഡും തോടും പാലും കരുകും എല്ലാം നിർമ്മിക്കുന്നത് മാത്രമല്ല വികസനം, അതെല്ലാം പശ്ചാത്തല വികസനമാണ്. ഏതായാലും മനുഷ്യനുണ്ടാകുന്ന ഇന്നലെ വരെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ, അന്നം കഴിക്കാൻ മാർഗമില്ലാതെ കിടന്നിരുന്നവന് അന്നം കഴിക്കാനുള്ള അവസരം, കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് കിടക്കാനുള്ള അവസരം, പുറമ്പോക്കിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ വാടക വീട്ടിലോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായ വീടുകൾ, ഇതെല്ലാം ഉണ്ടായി വരുന്ന ഒരവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിലെ വികസനത്തിന്റെ അടിസ്ഥാന രൂപം. അപ്പോൾ ഇത് പറയുമ്പോൾ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥവും മനസ്സിലാവൂ. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ഒരു കീറപ്പായിൽ കിടന്നിരുന്നവരും ദാഹജലം ലഭിക്കാത്തവരും അന്നം ലഭിക്കാത്തവരും ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം മനസ്സിലാവില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു വീക്ഷണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആത്യന്തികമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈയെടുത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നും ടീമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ടീം വർക്കിന്റെ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയാടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രംഗത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച ആ ടീം വർക്കിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥ പ്രമുഖരെയും ജനപ്രതിനിധികളെയും എല്ലാം ഈ ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രത്യേകമായി അവരോടുള്ള നന്ദിയും കടപ്പാടും നിസ്സീമമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.